2024 ക്രിസ്മസ് ആഘോഷം എറണാകുളം കലൂരാണ് ഇത് സ്ഥലം. സ്റ്റേഡിയത്തിൻ്റെ പിന്നിൽ ഇതാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന സ്ഥലമാണ്. ജോബ് കൊള്ളന്നൂർ, ഹണി ജോബ്, അവരുടെ മകൻ വിനീത് കൊള്ളന്നൂരാണ് എൻ്റെ മകളെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ ക്രിസ്മസൊക്കെ ഇവിടെ പെട്ടെന്നായി, കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ് ഇവർ, അടുത്തുള്ളതാണല്ലോ കൊച്ചി. അപ്പോൾ നമ്മളുടെ പാപ്പയൊക്കെ ഫ്ലൈറ്റിലൊന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് വരാൻ പറ്റിയ സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇനിയും ഒരു 10-15 ദിവസമുണ്ട്, ഇവിടെയൊക്കെ ആഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കണ്ടോ, ഇവരുടെ മുറ്റത്ത് തന്നെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ നല്ല മഴയൊക്കെ ആയിരുന്നു. ഇന്ന് വെയിൽ ഉദിച്ചു. അപ്പോൾ എനിക്ക് വെയിൽ കൊള്ളുന്നത് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഈ ഈത്തപ്പനയുടെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഫുള്ള് ഈത്തപ്പനയും മുള എന്നിവയൊക്കെയാണ് സൈഡിൽ വെച്ച് കൊടുത്തു. കണ്ടില്ലേ, അവിടെ ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞു. കണ്ടില്ലേ, സംഘനൃത്തം. അപ്പം എല്ലാവരും വളരെ ഉഷാറിലാണ്. ഇതാണ് ജോബ് ഹണിയുടെ പേരക്കുട്ടികൾ. ഒന്ന് എസ്റ്റലും മറ്റത് ഇസ. സംഗീത് ബില, അവരുടെ മകളാണ് ഇസ. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ ഓരോരുത്തരെ കഴിഞ്ഞു. ആർക്കാണ് പ്രൈസ് കിട്ടുമെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ജോബ് അങ്ങനെ ലൂക്ക പോയിട്ട് വല്ല ഭക്ഷണം കഴിക്കുക. നമ്മുടെ ചെന്നൈ തട്ടുകടക്കാരൻ, എറണാകുളത്തെ ഫേമസ് ആണ് ചെന്നൈ തട്ടുകട, ആളാണ് ഇവിടെ ഇന്ന് കാലത്ത് ഭക്ഷണം. അപ്പം എനിക്കുള്ള ദോശ ആളുണ്ടായിരിക്കുന്നത്, അല്ല മസാല ദോശ. ആള് ഭയങ്കര ഫേമസ് ആണ്. കണ്ടില്ലേ, ഓരോ ആക്ഷനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ തന്നെ രസമാണ്. അതിലും രസമാണ് നമ്മളുടെ ആളുടെ ദോശയും മസാല ദോശയൊക്കെ. പ്രോഗ്രാമുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒരു ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അടിപൊളി ദോശയാണ്. ടേസ്റ്റ് ഞാൻ നോക്കി. അപ്പോൾ ഒരു ഷേക്കൻഡ് കൊടുക്കണം, ആൾക്കൊരു സന്തോഷമാവട്ടെ. ഇവരുടെ കമ്പനി സ്റ്റാഫുകളാണ് എല്ലാവരും. അപ്പോൾ ഒരു കുഞ്ഞിക്കൂനനായിട്ട് ഒരാൾ അഭിനയിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും നല്ല ആഹ്ലാദ തിമിർപ്പിലാണ്. അപ്പോൾ ബിരിയാണി ചെമ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ടായി നോട്ടം. ഇത്രയ്ക്കും സമയം ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന ആൾക്കാരാണ്. അപ്പോൾ ബിരിയാണി, കോഴിക്കര ബിരിയാണി വന്നപ്പോൾ ജോബ് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് പരിപാടികൾ കഴിയും, എന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയാണിത്. ഇവളുടെ പേര് ആശ എന്തോ പറഞ്ഞു, ഞാൻ മറന്നു. അപ്പോൾ ഭയങ്കര ഡാൻസുകാരിയാണ്. അപ്പോൾ ഒരു ജോബിൻ്റെ ഒരു
സിനിമാ ഗാനം കേട്ടില്ലേ? അപ്പോൾ എല്ലാവരോടും ഇത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഫോട്ടോഷൂട്ടാണ്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ, അതായത് എല്ലാവരും ഒരുമിച്ച് കമ്പനി സ്റ്റാഫും ഞങ്ങളും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഹണി ജോബിൻ്റെ ഭാര്യ ഹണി ജോബിൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ആഘോഷം കൂടിയിട്ടാണ്. അപ്പോൾ അവരുടെ ചേട്ടനാണിത്, രാജൻ, നമ്മളുടെ വളരെ സുഹൃത്താണ്. അപ്പോൾ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരക്കുട്ടികൾക്ക് നീട്ടി കൊടുക്കുന്നുണ്ട്. 2 പേരക്കുട്ടികളുണ്ട്. ഒരെണ്ണം സംഗീതിൻ്റെ മകളും ഒരെണ്ണം വിനീത്. എസ്റ്റൽ അപ്പോൾ കുറച്ച് നേരം കാണിച്ചപ്പോഴാണ് വാങ്ങിച്ചുള്ളൂ. കാരണം ഇവരൊക്കെ നല്ല ഐസ്ക്രീമുകൾ അവിടെ വെച്ചിട്ടുണ്ട്, അത് കഴിച്ച് മടുത്തു. അപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കലും കഴിഞ്ഞു. എല്ലാവരും ഇനി നേരെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. കണ്ടോ, നാൽപ്പത് വർഷമൊക്കെ തികഞ്ഞ കുറേ ആൾക്കാരുണ്ട് ഇവിടെ, കമ്പനി സ്റ്റാഫ്. അവർക്കൊക്കെ പ്രത്യേകം ഗിഫ്റ്റുകൾ കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ എസ്റ്റലിനും ഇസയ്ക്കും ഓരോ കപ്പുകൾ, മെഡലുകൾ കൊടുക്കണം. കണ്ടില്ലേ, ഓരോ കപ്പ് 2 ആൾക്കും. ഫസ്റ്റ് കിട്ടിയ ആൾക്കും സെക്കൻഡ് കിട്ടിയെന്നൊന്നും പറയാൻ പാടില്ല അവർക്ക്. 2 ആൾക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കരച്ചിൽ പിഴിച്ചിൽ. അപ്പം ജോബ് അപ്പൻ അറിയാണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു. എല്ലാ ഡാൻസ് ഗ്രൂപ്പുകൾക്കും പ്രത്യേകം സമ്മാനങ്ങൾ. കണ്ടല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മെഡലും ഇതും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജോലി. ഇപ്പോൾ നമ്മളുടെ കോഴിക്കര ബിരിയാണി പൊട്ടിച്ചതിൻ്റെ മണം വന്നു. എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിൽ നിന്ന് പെട്ടെന്ന് കാറ്റ് പറഞ്ഞാൽ തന്നെ കോഴിക്കര ബിരിയാണിയുടെ കാറ്റ്, ബിരിയാണി മണം പെട്ടെന്ന് അടിച്ചു കയറും. അപ്പോൾ പ്രോഗ്രാമുകളൊക്കെ നിർത്തി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വന്നവരൊക്കെ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റും കേക്കും ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പം ഇനി അടുത്ത കൊല്ലവും ജോബേട്ട ഇത് നടത്തിക്കോളെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. കണ്ടില്ല, എല്ലാവരും കേക്കും സാധനം കൊണ്ടാണ് പോകുന്നത്. അപ്പം ഇനി വീണ്ടും നടത്തണം എന്നാണ് എല്ലാവരും ആഗ്രഹം.